മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 4 മാങ്ങയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് വേവാൻ വയ്ക്കുക. അതിന് അരയ്ക്കാനുള്ള സാധനം തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് ഇത്രയും വെച്ച് അരച്ചെടുക്കാം. മഷി പോലെ തൈര് ഒഴിച്ച് വേണം അരയ്ക്കാൻ. ഇതിൽ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഒരു ഇരിക്ക് വേണ്ടി അടച്ചു വെച്ച് വേവിക്കുക. മാങ്ങ വെന്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പിടണം. ഉപ്പും ഇട്ട് കുറച്ച് ശർക്കര മധുരത്തിന് വേണ്ടി ശർക്കരയുടെ പാവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതും കൂടിയിട്ട് ഇളക്കിയിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ച് മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് വെച്ചതാണ്. അതും കൂടെ ചേർക്കണം. അത് തൈര് കൂടെ ചേർത്താണ് അരച്ചത്. വെള്ളമല്ല. ഒന്ന് പതഞ്ഞ് വേണം. തിളയ്ക്കാൻ പാടില്ല. ഒന്ന് പതഞ്ഞ് വന്നാൽ വാങ്ങാം. വാങ്ങുന്നതിന് മുമ്പ് ഉലുവപ്പൊടി പതഞ്ഞ് വരണം. ചൂടായാൽ മാത്രം മതി. മോരാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിക്കോട്ടെ. കുറച്ച് ഉപ്പും കൂടെ വേണം. ഒന്ന് ചൂടായി. ഇനി കടുവറുത്തിടാം. ഇനി കടുവറുത്തിടാം. 2 മുളക്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അതാണ് പുളിശ്ശേരിക്കൊക്കെ നല്ലത്. കടുക്, ഉലുവ, ഉലുവ, ചെറിയ ഉള്ളി അരിഞ്ഞത്, പൊട്ടിയിട്ട് കരിയേപ്പിലയും കൂടിയിട്ട് വാങ്ങും. കരിയേപ്പില, കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് മുളക് പിടിക്കും. വളരെ കുറച്ച് ഊറ്റി കുറച്ച് ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലോട്ട് എടുത്ത് വയ്ക്കും. പുളിശ്ശേരി റെഡിയായിട്ട്. മാമ്പഴ പുളിശ്ശേരി.